കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു കോടതിയിൽ മൊഴി രേഖപ്പെടുത്താൻ എത്തിയില്ല. ആരോഗ്യ പ്രശ്നം ചൂണ്ടിക്കാട്ടിയാണ് എത്താതിരുന്നത്. ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കോലഞ്ചേരി കോടതിയിലെത്തിയായിരുന്നു മൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമഠം ഒപ്പം ചേരുന്നു. അഖിൽ, പറയും. കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കലാരാജു കോടതിയിൽ മൊഴി രേഖപ്പെടുത്താൻ എത്തിയില്ല എന്ന വാർത്തയാണ്. ആരോഗ്യ പ്രശ്നമാണ് തനിക്ക് കോടതിയിൽ മൊഴി രേഖപ്പെടുത്താൻ എത്താൻ കഴിയാത്തതിന് കാരണമായി അവർ പറയുന്നത്. ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. കോലഞ്ചേരി കോടതിയിലെത്തിയായിരുന്നു മൊഴി രേഖപ്പെടുത്തേണ്ടിയിരുന്നത്. അഖിൽ പാലോട്ടുമഠം വാർത്തയുടെ വിവരങ്ങൾ നൽകാനുണ്ട്. അഖിൽ, എന്താണ് വിശദാംശങ്ങൾ? കൃഷ്ണരാജ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കലാരാജു ചികിത്സയിൽ കഴിയുന്ന എറണാകുളത്തെ ഇന്ദിരാഗാന്ധി കോപ്പറേറ്റീവ് സഹകരണ ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഉച്ചയോടുകൂടി 2 മണിക്കാണ് കലാരാജു കോലഞ്ചേരിയിലെ മജിസ്ട്രേറ്റ് രണ്ടാമത്തെ കോടതിയിലെത്തി മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി നൽകും. അതായത് തന്നെ തട്ടിക്കൊണ്ടുപോവുകയും തന്നെ ആക്രമിക്കുകയും ചെയ്തത് CPM പ്രവർത്തകരാണെന്ന് ആവർത്തിച്ച് കലാരാജു പറയുന്നുമുണ്ട്. ആ നടന്ന സംഭവങ്ങളെപ്പറ്റി പോലീസ് അന്വേഷണത്തിലോ സർക്കാർ സംവിധാനത്തിലോ ഒന്നും തന്നെ തനിക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണ് കോടതിയിൽ എത്തി നേരിട്ട് തന്നെ മൊഴി രേഖപ്പെടുത്താൻ കലാരാജു തയ്യാറായിരുന്നത്. പക്ഷേ ഇന്നലെ കലാരാജുവിൻ്റെ ആരോഗ്യ പരിശോധന ഒന്നുകൂടി നടത്തുന്ന സമയത്ത് ഹൃദയ സംബന്ധമായ, അതായത് കാർഡിയോളജിക്കൽ വിഭാഗത്തിൻ്റെ അവിടെ ചെറിയ വേരിയേഷൻ ഹാർട്ടിനുണ്ട് എന്നുള്ള തരത്തിലൊരു റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് കാർഡിയോളജിസ്റ്റ് ഒരു ചെക്കപ്പ് കൂടി നടത്തണമെന്നുള്ളത് നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്, യാത്ര ചെയ്യരുതെന്ന ഡോക്ടർമാരുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കലാരാജു കോടതിയിലേക്ക് പോവാതിരുന്നത്. അതുകൊണ്ട് തന്നെ മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി മൊഴി രേഖപ്പെടുത്തണമെന്നുള്ള ആവശ്യം കലാരാജുവിൻ്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് ആശുപത്രിയിലേക്ക് വരാനുള്ള സാധ്യതയാണ് ഏറെ കൂടുതലുള്ളത്. കോടതി നേരത്തിന് മുമ്പ് തന്നെ, അതായത് 5 മണിക്ക് മുമ്പ് തന്നെ ചിലപ്പോൾ മജിസ്ട്രേറ്റ് എത്തി ആ മൊഴി രേഖപ്പെടുത്താനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ കൂത്താട്ടുകുളത്തെ സംഭവവുമായി ബന്ധപ്പെട്ട FIR-കൾ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ 5 കേസുകളാണ് അതിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. CPM കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ആണ് ഈ 5 കേസുകളും നിലനിൽക്കുന്നത്. പോലീസ് ആകട്ടെ DYSPക്കെതിരെ കോൺഗ്രസും അതുപോലെ തന്നെ പ്രതിപക്ഷവും എല്ലാം തന്നെ ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ DYSPക്കെതിരെയും ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. എന്തായാലും കലാരാജുവിൻ്റെ മൊഴി മജിസ്ട്രേറ്റ് ആശുപത്രിയിലെത്തി രേഖപ്പെടുത്താനാണ് സാധ്യത ഏറെ കൂടുതൽ. കൃഷ്ണരാജ്. ശരി, അഖിൽ പാലോട്ടുമഠമാണ് വിവരങ്ങൾ നൽകിയത്. കലാരാജുവിൻ്റെ മൊഴി ആശുപത്രിയിലെത്തി രേഖപ്പെടുത്താൻ സാധ്യത, കാരണം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി കോടതിയിലെത്താനാകില്ല എന്ന് അവർ അറിയിച്ചിരുന്നു.